സംസ്ഥാനത്തെ ക്രമസമാധാന പരിപാലന രംഗത്തും പോലീസ് സേനയുടെ പ്രവർത്തന ശൈലിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേരള ആഭ്യന്തര വകുപ്പ് വിപുലമായ പരിഷ്കാരങ്ങളിലേക്ക് കടക്കുകയാണ്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ മുതൽ മുകൾ തട്ടിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വരെയുള്ള ഘടനയിലാണ് സംസ്ഥാന സർക്കാർ വിപുലമായ അഴിച്ചുപണി ലക്ഷ്യമിടുന്നത്. പോലീസ് സ്റ്റേഷനുകളെ കേവലം കുറ്റാന്വേഷണ കേന്ദ്രങ്ങൾ എന്നതിനുമപ്പുറം പൊതുജനങ്ങൾക്ക് സുതാര്യവും വേഗത്തിലുമായുള്ള സേവനം ഉറപ്പാക്കുന്ന യഥാർത്ഥ സർവീസ് സെന്ററുകളാക്കി മാറ്റുക എന്നതാണ് ഈ പുതിയ പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തലം മുതൽ മുകളിലോട്ടുള്ള ഘടനയിൽ വലിയ അഴിച്ചുപണി നടത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷനുകളെ പൂർണ്ണമായും ജനസൗഹൃദ സർവീസ് സെന്ററുകളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഭയമില്ലാതെ കടന്നു വരാൻ സാധിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് സുതാര്യത ഉറപ്പാക്കുക, നിശ്ചിത സമയപരിധിക്കുള്ളിൽ പരാതികൾക്ക് വേഗതയേറിയ പരിഹാരം കാണുക, താഴെ തട്ടു മുതൽ മുകളിലെ ഉദ്യോഗസ്ഥർ വരെ തങ്ങളുടെ ചുമതലകളിൽ കൃത്യമായ ഉത്തരവാദിത്വവും ജാഗ്രതയും പുലർത്തുക എന്നിവയാണ് ഈ പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഭരണതലത്തിൽ അതീവ വേഗതയിൽ പുരോഗമിക്കുന്ന ഈ നീക്കങ്ങൾ വഴി ഒരു മാസത്തിനകം തന്നെ SHO തലത്തിലുള്ള മാറ്റങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാനാണ് നിലവിൽ ലക്ഷ്യമിടുന്നത്. ഈ പരിഷ്കാരങ്ങളുടെ പ്രായോഗിക വശങ്ങൾക്കും ഘടനയ്ക്കും അന്തിമ രൂപം നൽകുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ഇതിനു പുറമെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്തെ മുഴുവൻ SHOമാരെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഓൺലൈൻ വഴി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി പുതിയ മാറ്റങ്ങളും സർക്കാർ നയങ്ങളും ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും കൈമാറും. ഈ വിപുലമായ അഴിച്ചുപണിയിൽ ലഹരി മാഫിയക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. നിലവിൽ സംസ്ഥാനത്ത് വിജയകരമായി മുന്നേറുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന ആന്റി നർക്കോട്ടിക്സ് ക്യാമ്പയിൻ അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഭാഗമായി ലഹരിക്കടത്തും വിതരണവും പൂർണ്ണമായും തടയാൻ പ്രത്യേക പരിശീലനം ലഭിച്ച ഒരു കമാൻഡോ രീതിയിലുള്ള പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിക്കാൻ ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ തീരുമാനമാകും. ഈ സ്പെഷ്യൽ ടീം താഴെ തട്ടിലെ ലഹരി വിൽപ്പനക്കാർ മുതൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയ തലവന്മാരെ വരെ ലക്ഷ്യമിട്ടായിരിക്കും പ്രവർത്തിക്കുക. പരമ്പരാഗതമായ പോലീസ് സ്റ്റേഷൻ സങ്കല്പങ്ങളിൽ നിന്നും മാറി ജനങ്ങളോട് മാന്യമായി പെരുമാറുകയും അവരുടെ ആവശ്യങ്ങൾക്ക് സുതാര്യമായ സഹായം നൽകുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളായി പോലീസ് സ്റ്റേഷനുകൾ മാറുന്നതോടെ പോലീസിന്റെ വിശ്വാസ്യതയും ഗണ്യമായി വർദ്ധിക്കും. പഴയ രീതിയിലുള്ള ഫയലിംഗ് സംവിധാനങ്ങളും പരാതികളിൽ നടപടി വൈകുന്ന സ്ഥിതിയും മാറി പൂർണ്ണമായും ഡിജിറ്റലൈസ്ഡ് ആയ സേവനങ്ങളും ഓപ്പറേഷൻ തൂഫാൻ പ്രത്യേക സംഘത്തിന്റെ ശക്തമായ ഇടപെടലുകളും പുതിയ മാറ്റത്തിലൂടെ ഉറപ്പുവരുത്തും. ചുരുക്കത്തിൽ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ആധുനിക സജ്ജീകരണങ്ങളും മികച്ച തൊഴിൽ അന്തരീക്ഷവും ഒരുക്കുന്നതോടൊപ്പം പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധത പൂർണ്ണമായി ഉറപ്പാക്കിക്കൊണ്ട് കേരള പോലീസ് സേനയെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ് ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നത്. നാളെ നടക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ ഓൺലൈൻ യോഗത്തോടെ ഈ പരിഷ്കരണങ്ങളുടെ കൃത്യമായ ബ്ലൂ പ്രിന്റ് ഔദ്യോഗികമായി പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.